ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവാഹബന്ധത്തിന്റെ തകർച്ചയെ തുടർന്ന് ഒരു പെൺകുട്ടി കൂടി ആത്മഹത്യ ചെയ്തു. ഗ്രീമ എസ് രാജ് എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തത്. ഗ്രീമയുടെ അമ്മ സജിത, രണ്ടുപേരും ഒരുമിച്ചാണ് ആത്മഹത്യ ചെയ്തത്. ഗ്രീമയുടെ വിവാഹം ഒരു 6 വർഷം മുൻപ് വളരെ ഗംഭീരമായിട്ട് നടത്തിയൊരു വിവാഹമായിരുന്നു. ഗ്രീമയുടെ അച്ഛൻ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. ഗ്രീമയുടെ അമ്മ സജിത. ഇവർ രണ്ടുപേർക്കും ഒറ്റ മകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവരവരുടെ മകളുടെ വിവാഹം വളരെ ഗംഭീരമായിട്ടാണ് നടത്തിയത്. ഏകദേശം 200 പവൻ സ്വർണം, അതേപോലെ വീട്, സ്വത്തുക്കള്, കാറ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ വ്യക്തിക്ക്, ഈ വിവാഹം കഴിച്ച ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്ക് ഇവർ ഈ മകളെ കൊടുക്കുന്നത്. വിവാഹം കഴിഞ്ഞു ഏകദേശം 25 ദിവസം മാത്രമേ ഇവർ ഒരുമിച്ച് താമസിച്ചുള്ളൂ. അതിനുശേഷം ഈ ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ ഉപേക്ഷിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഉണ്ണികൃഷ്ണൻ അയർലൻഡിലേക്ക് തിരിച്ചു പോയതായിരിക്കാം. അതിനുശേഷം അവർ ഗ്രീമയായിട്ട് യാതൊരു കോണ്ടാക്റ്റും വെച്ചില്ല. അങ്ങനെ വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ 6 വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഈ 6 വർഷത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ നാട്ടിലേക്ക് വന്ന സമയത്ത് ഒരു ബന്ധു മരിച്ചിട്ടാണ് ഇദ്ദേഹം നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ ആ മരണ വീട്ടിൽ വെച്ചിട്ട് ഗ്രീമയും അമ്മ സജിതയും ഉണ്ണികൃഷ്ണനെ കാണാനായിട്ട് ചെന്നു. അവിടെ വെച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ വളരെ മോശമായിട്ട് ഗ്രീമയോട് പെരുമാറി. എനിക്ക് നിന്നെ ആവശ്യമില്ല, നിന്നെ ഞാൻ ഉപേക്ഷിച്ചതല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശമായിട്ട് ബന്ധുക്കളുടെ മുന്നിൽ പോലും വെച്ചിട്ട് അപമാനിച്ചു. ഈ അപമാനഭാരം താങ്ങാൻ വയ്യാതെ ഗ്രീമയുടെ അമ്മ സജിതയും വീട്ടിൽ വന്ന് സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തു. ഭയങ്കര വിഷമം തോന്നുന്ന, സങ്കടം തോന്നുന്ന ഒരു സംഭവം എന്ന് തന്നെ പറയാം. നമ്മൾ ഇതുപോലത്തെ കേസുകൾ ഒരുപാട് കേട്ട് പഴകിപ്പോയി. പേരുകൾ മാറിപ്പോകുന്നു എന്നേ ഉള്ളൂ. എല്ലാ കഥകളും ഒരുപോലെ തന്നെയാണ്. അതുല്യയുടെ കേസ് പറയുകയാണെങ്കിലും, വിസ്മയുടെ കേസ് പറയുകയാണെങ്കിലും, ഉത്തരയുടെ കേസ് പറയുകയാണെങ്കിലും എല്ലാം ഒരുപോലെയുള്ള കേസുകളാണ്. വിവാഹം കഴിക്കുന്നു. നമ്മൾ ഈ മാതാപിതാക്കള് എത്രയോ സ്നേഹത്തോടുകൂടെ, എത്രയോ അവരുടെ ജീവിതം കൊടുത്ത്, ജീവൻ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന പെൺകുട്ടികളാണ്. വളരെ പ്രതീക്ഷയോടുകൂടെ അവരുടെ സമ്പാദ്യം മുഴുവൻ കൊടുത്ത് വിവാഹം കഴിച്ച് അയക്കുമ്പോൾ ഈ കൊണ്ടുപോകുന്ന ആ ആണുങ്ങൾക്ക് യാതൊരു വിലയില്ലാതെ അവരെ മാനസികമായിട്ട് പീഡിപ്പിച്ച്, ഈ മാതാപിതാക്കൾ അവരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചു വളർത്തിയ പെൺകുട്ടികളെ യാതൊരു വിലയില്ലാതെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച്, അവരുടെ ഫ്രസ്ട്രേഷൻ അനുസരിച്ച് പീഡിപ്പിച്ച് കൊന്നു കളയുന്ന ഒരു വ്യവസ്ഥിതി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അങ്ങനെ തന്നെ കൊല്ലപ്പെട്ടൊരു കുട്ടി തന്നെ ഗ്രീമ. ഒരു ആത്മഹത്യ എന്നല്ല, നമുക്കതിനെ കൊലപാതകം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീധന പീഡനം എന്ന് ആരോപിക്കാൻ പറ്റുമോ എന്നറിയില്ല. അങ്ങനെ വ്യക്തമായിട്ട് എവിടെയും പറഞ്ഞു കണ്ടില്ല. 200 പവൻ കൊടുത്തു വിവാഹം കഴിച്ചു എന്നൊക്കെ ഉള്ളത് അത് അവരുടെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട്, തിരുവനന്തപുരം ജില്ലയാണ്, നല്ല സ്വർണ്ണമൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒക്കെ വിവാഹം കഴിപ്പിക്കുക. 100 പവൻ 200 പവനൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് വിവാഹം കഴിപ്പിക്കുന്നത്. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും കൊടുക്കുന്നുള്ളതാണ്. മാതാപിതാക്കള് അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് കൊടുത്തിട്ട് വിവാഹം കഴിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ കഴിപ്പിച്ച് വിട്ട ഒരു കുട്ടി തന്നെയാണ് ഈ ഗ്രീമ എന്ന് പറയുന്നത്. അത് സ്ത്രീധനം പോരാന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചു അങ്ങനെയൊന്നും ഞാൻ എവിടെയും വാർത്തയൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ ചാനലുകളൊക്കെ എഴുതി കാണിച്ചു. അത് അവര് സ്ഥിരമായിട്ട് അങ്ങനെ ന്യൂസുകൾ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് എഴുതിയതായിരിക്കണം. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നിരിക്കില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിന് കഴിച്ചതായിരിക്കാം. 25 ദിവസം മാത്രമേ കൂടെ ജീവിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഉപേക്ഷിച്ചു. ഇദ്ദേഹം കാരണമായിട്ട് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ഐശ്വര്യമില്ല, അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് PhD കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ എന്തൊക്കെയോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് ഉപേക്ഷിച്ചത് എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നെങ്കിൽ അവര് ആ സമൂഹത്തില് അവർക്കുള്ള സ്റ്റാറ്റസ് നിലനിർത്തുന്നതിന് വേണ്ടി, അയ്യോ ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആളുകൾ എന്നെ കുറിച്ച് മോശം പറയോ എന്നൊക്കെ പറഞ്ഞ് വിവാഹം കഴിക്കുന്നത് വളരെ വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല വെച്ചാൽ മാതാപിതാക്കളോട് വ്യക്തമായിട്ട് പറയാം, എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, വെറുതെ വിവാഹം കഴിച്ച് വേറൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞിട്ട് മാന്യമായിട്ട് ആ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ മാതാപിതാക്കൾ വളരെ പ്രതീക്ഷയോടുകൂടെ വളർത്തി വലുതാക്കി വിവാഹം കഴിച്ച് കൊടുക്കുന്ന, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവും എന്ന് കരുതി വിവാഹം കഴിച്ച് കൊടുക്കുന്ന പെൺകുട്ടികളെ ഇതുപോലെ പീഡിപ്പിച്ച്, മാനസികമായിട്ട് പീഡിപ്പിച്ച് ഒരു മരണത്തിലേക്ക് തള്ളിവിടുന്നത് ഏറ്റവും വളരെ മോശമായിട്ടുള്ള, ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് പറയാം. ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒറ്റ പെൺകുട്ടിയാണ്. ആ മാതാപിതാക്കൾ അത്രയും പ്രതീക്ഷയോടുകൂടെ വളർത്തിയ കുട്ടിയായിരിക്കും. ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാല് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്തൊരു വ്യക്തിയാണ്, രാജീവ്. അദ്ദേഹം ഈ വിഷമം സഹിച്ചായിരിക്കണം അറ്റാക്ക് വന്നിട്ട് മരിക്കുകയാണ് ചെയ്തത്. ഒരു 3 മാസം മുന്നേ, 1 വർഷം മുന്നേ എന്താണ് അദ്ദേഹം മരിക്കുന്നത്. അതിനുശേഷം ഈ അമ്മ, ഈ കുട്ടി ഒറ്റപ്പെട്ടു പോയി. വേറെ കുട്ടികളില്ല, ഒറ്റ കുട്ടിയാണ്. നമ്മളിപ്പോ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറെയൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കും. ആരും ഇല്ലാതെ ഒരു സ്റ്റേജിൽ ഇപ്പൊ അവര് ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് നമുക്ക് പല രീതിയിൽ അവർക്ക് ചെയ്യാതിരിക്കായിരുന്നില്ല എന്ന് പറയാന്നെങ്കിലും അവർ ഒറ്റപ്പെട്ട മാനസികാവസ്ഥയിൽ പോയപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, എന്ത് പ്രതീക്ഷയിൽ ജീവിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ കൂട്ടുകുടുംബം ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ കുടുംബത്തിനുള്ളിൽ തന്നെ ആളുകൾ തമ്മിൽ കുറെ പ്രശ്നങ്ങള്, പിണക്കങ്ങള്, ഇണക്കങ്ങള് ഒക്കെ കണ്ടാണ് കുട്ടികൾ അനുഭവിച്ചാണ് കുട്ടികൾ വളരുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഒരു കുട്ടിയോ 2 കുട്ടിയോ ഉണ്ടാവും, അമ്മയും അച്ഛനും
ഉണ്ടാവും. അവർ തമ്മിൽ പിണക്കൊന്നുമില്ല, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നീട് വിവാഹം കഴിച്ച് വേറൊരു ഫാമിലിയിൽ ചെല്ലുമ്പോൾ അവിടെ വരുന്ന പ്രശ്നങ്ങൾ നേരിടാൻ പലപ്പോഴും ഈ കുട്ടികൾക്ക് കഴിയാറില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവരെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ വിവാഹം കഴിച്ചു പോകുന്ന കുടുംബത്തിലുള്ള എല്ലാ കാര്യവും പീഡനവും സഹിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ കുറച്ചുകൂടിയൊക്കെ ബോൾഡായിട്ട് തീരുമാനം എടുക്കാൻ, ആരെങ്കിലും നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ, മോശമായി സംസാരിക്കുമ്പോൾ, എനിക്കിത് ഇങ്ങനെയല്ല, നിങ്ങളിങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാനുള്ളൊരു ധൈര്യമെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയാനുള്ള ധൈര്യം പോലും ആ കുട്ടികൾക്ക് ഇല്ലാതെയാവുന്നത് ഈ ഒരു ഒറ്റപ്പെട്ട് വളരുന്നതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അവർക്കൊന്നും ജീവിതത്തിന്റെ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഫേസ് ചെയ്യാതെ വളരുന്ന കുട്ടികളായിരിക്കും. പഠിക്കുന്ന കാലത്ത് പഠിച്ചു പോകുന്നു, അമ്മയും അച്ഛനും നന്നായിട്ട് നോക്കുന്നു, പ്രശ്നങ്ങളൊന്നും അറിയുന്നില്ല, അങ്ങനെയുള്ള കുട്ടികൾ. അതായിരിക്കാം അവർക്കൊരു പക്ഷേ ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തിപ്പെടാൻ തോന്നുന്നത്. ആ അമ്മയെ ആത്മഹത്യ ചെയ്തു. ഒരുപക്ഷെ അമ്മയ്ക്കും ഈ മകൾ ഒറ്റപ്പെട്ട് ഇങ്ങനെ ജീവിച്ച് വിഷമിച്ച് ജീവിക്കുന്നത് കണ്ട് 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 അവർക്കും ഉണ്ടായിരിക്കാം വിഷമം. അതുകൊണ്ട് അവരും ആത്മഹത്യ, രണ്ടുപേരും സയനൈഡ് കഴിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. എന്ന് വെച്ചാൽ അവരെല്ലാവർക്കും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ അപമാനം നേരിട്ടു, ഇനി അപമാനം നേരിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ, ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. ഞങ്ങളുടെ സ്വത്തുക്കളെ കുറിച്ചൊക്കെ അവർ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 200 പവൻ ലോക്കറിലുണ്ട്, സ്വത്ത് ഇങ്ങനെ ഉണ്ട്, കുടുംബ സ്വത്ത് അവിടെ ഉണ്ട്, ഇതൊക്കെ അമ്മാവന്മാർക്ക് കൊടുക്കണം എന്നൊക്കെ ഈ ഗ്രീമ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ ഒരിക്കലും കൊടുക്കരുത്, അവർക്ക് ഈ സ്വത്തൊന്നും അനുഭവിക്കാൻ വിടരുത്, ഇത് പെണ്ണിന്റെ കണ്ണീരിന്റെ ശാപം വീണ സ്വത്തുക്കളാണ് എന്നൊക്കെ എഴുതി വെച്ച ശേഷമാണ് ഈ പെൺകുട്ടി, ഈ അമ്മയെ ആത്മഹത്യ ചെയ്തെന്നുള്ളതാണ്. വളരെ വളരെ ആ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. നല്ല ഭംഗിയുള്ള, നല്ല ജീവിത സാഹചര്യങ്ങളുള്ള, സ്വത്തിനോ പണത്തിനോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു കുടുംബം പെട്ടെന്ന് ഇത്രയും ഒരു നിസ്സാര കാര്യത്തിന് നമുക്ക് പറയാം. കാരണം ഇപ്പൊ അടുത്ത ദിവസം മഞ്ജു വാര്യർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം, വിവാഹം ഒന്നിന്റെ അവസാനമല്ല എന്നുള്ളതാണ്. ജീവിതത്തിലൊരു വലിയ കാര്യമൊന്നുമല്ല വിവാഹം എന്ന് പറയുന്നത്. വിവാഹം നമ്മളുടെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ വിവാഹം കുടുംബ ജീവിതത്തിനെ കുറിച്ച് പറയാം. വിവാഹം കഴിച്ചില്ലെങ്കിൽ ജീവിക്കാം, വിവാഹബന്ധം തകർന്നു കഴിഞ്ഞാൽ ജീവിക്കാം, ഭർത്താവ് മരിച്ചുപോയാൽ ജീവിക്കാം, ഡിവോഴ്സ് ആയാൽ ജീവിക്കാം, എങ്ങനെയാണെങ്കിലും ആളുകൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും. നമ്മൾ നമ്മളെ സെൽഫായിട്ട് സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളാണ് ഏറ്റവും പ്രധാനം. നമ്മളുടെ ലൈഫ്, നമ്മളുടെ സന്തോഷം, അത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ടേ നമ്മളെ ചുറ്റുള്ളവർ നമുക്ക് തരുന്ന ട്രോമ അല്ലെങ്കിൽ അവരുടെ ഫ്രസ്ട്രേഷൻ, അതൊന്നും നമ്മൾ അനുഭവിക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ സെൽഫായിട്ട് സ്നേഹിച്ചാൽ നമ്മൾക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യാനോ ഒന്നും തോന്നില്ല. ആ പെൺകുട്ടി, ഇപ്പൊ ഈ ഗ്രീമ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു, മുന്നോട്ട് ജീവിക്കാനുള്ള എല്ലാ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഒരു വിവാഹബന്ധം തകർന്നു പോയി എന്നുള്ളത് ഒരു വലിയ തെറ്റോ കുറ്റോ ഒന്നുമല്ല. നമ്മൾക്ക് എത്രയോ, നമ്മളെ ചുറ്റുമുള്ള എത്രയോ ബന്ധങ്ങൾ, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, സഹോദരങ്ങളുണ്ട്, അല്ലെങ്കിൽ അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, ഇവരോടൊക്കെ നമ്മൾ ഇണങ്ങാറും ഒക്കെ ഉണ്ട്. നമ്മൾ ഫ്രണ്ട്സിനോട് പിണങ്ങാറുണ്ട്, ചില ആളുകളോട് നമ്മൾ പിണങ്ങിയിട്ട് ജീവിതത്തിൽ ഒരിക്കലും മിണ്ടാതിരിക്കാറുണ്ട്. അവരെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് അവഗണിച്ച് കളയുന്നത് പോലെ തന്നെയുള്ളൂ ഈ വിവാഹബന്ധം എന്ന് പറയുന്നത്. നമ്മളെ ഒരു വ്യക്തി വിവാഹം കഴിച്ചു, ആ വ്യക്തിയായിട്ട് നമുക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ ആശയപരമായിട്ട് യോജിച്ചു പോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു, മാനസികമായിട്ട് ഉപദ്രവിക്കുന്നു, ആ വ്യക്തിയെ തള്ളിക്കളയാനുള്ള മനസ്സുണ്ടാവണം നമുക്ക്. ആ വ്യക്തി നമ്മളെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരാളെ അല്ല. ആ വ്യക്തിയോട് നല്ല രസകരമായിട്ടൊരു ബൈ പറഞ്ഞിട്ട്, നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഒന്നുമല്ല, നിങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള വിഷമവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാനുള്ള മനസ്സ് ഈ കുട്ടികൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നിസ്സാര കാര്യങ്ങൾക്ക് വിവാഹബന്ധം വേർപ്പെടുത്തി പോരണം എന്നല്ല പറയുന്നത്. ഒരിക്കലും ഒരു വിവാഹ ജീവിതത്തിന് നമ്മളെ ജീവിതത്തിനെ സ്വാധീനിക്കാൻ, നമ്മളുടെ ലൈഫിനെ മാറ്റിമറിച്ച് നമ്മളുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിമറിക്കാൻ ഒരിക്കലും സാധിക്കരുത് എന്നുള്ളതാണ്. ഈ കേസ് കേൾക്കുമ്പോഴാണ് പറയുന്നത്, നിസ്സാരമായിട്ടുള്ള ഒരു കേസ് എന്ന് വെച്ചാൽ അയാൾ വിവാഹം കഴിച്ചു, 25 ദിവസം മാത്രം ഒരുമിച്ച് താമസിച്ചു, അയാൾ ഉപേക്ഷിച്ചു പോയി, അയാൾ 6 വർഷം പോയിട്ട് അയാളുടെ PhD ചെയ്തു, എന്നിട്ട് അയാൾക്ക് PhD കിട്ടാൻ സാധിക്കാത്തത് അയാളുടെ കഴിവുകേട് കൊണ്ടാണ് എന്നുള്ളതാണ്. അതിന് ഈ പെൺകുട്ടിക്ക് ഐശ്വര്യം ഇല്ല എന്ന് പറയുന്നതിന് ഈ പെൺകുട്ടി എന്തിനാണ് വിഷമിക്കുന്നത്? ആ പെൺകുട്ടി ചിന്തിക്കണം, അയാൾക്ക് പഠിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അയാൾക്ക് PhD കിട്ടിയില്ല, അതിന് ഞാൻ എന്ത് ചെയ്യാനാ എന്നുള്ള നിസ്സാരമായിട്ട് ചിന്തിച്ചിട്ട് അയാളെ തള്ളിക്കളയേണ്ടതിന് പകരം അയാൾക്ക് വേണ്ടിയിട്ടൊക്കെ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും, ഇപ്പൊ ഈ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞ സഹോദരങ്ങളില്ല, സഹോദരിമാരില്ല, എന്നാലും ഒരു ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, കസിൻസോ അല്ലെങ്കിൽ അടുപ്പുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. സ്വന്തം അമ്മ കൂടെ ഉണ്ടായിരുന്നില്ലേ? അമ്മയോടുകൂടെ ആ വിഷമം പറഞ്ഞിട്ട്, ഇങ്ങനൊരു വിഷമം, ഈ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഷെയർ ചെയ്തിട്ട് ഈ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, നമുക്ക് ആത്മഹത്യ ചെയ്യാം എന്നതിനുള്ളതിന് പകരം ഞാൻ നല്ലൊരു ജോലി ചെയ്ത് ജീവിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും സ്വത്തുണ്ടല്ലോ, നമുക്ക് വരുമാനം ഉണ്ടല്ലോ, നമുക്ക് സുഖമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ അച്ഛന്റെ പെൻഷൻ ഉണ്ടായിരിക്കും, അപ്പോൾ നമുക്ക് മുന്നോട്ട് ഇനിയും ജീവിക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം, എന്തിനാണ് നമുക്ക് വേറൊരാൾക്ക് വേണ്ടി? അങ്ങനെ ചിന്തിക്കായിരുന്ന ഒരു കുട്ടി വെറുതെ പോയിട്ട് ആത്മഹത്യ ചെയ്ത് സ്വന്തം ജീവൻ കളഞ്ഞു. ഇനി ഇതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആ വ്യക്തി, ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ
വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല. കുറച്ചു ദിവസം കഴിയുമ്പോൾ അയാൾ നിസ്സാരമായിട്ട് പുറത്തിറങ്ങും. നമ്മൾ വിസ്മയ കേസിൽ കണ്ടിട്ടുള്ളതാണ്. വിസ്മയുടെ ഹസ്ബൻഡ് പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ വീട്ടിലിരിക്കുന്നുണ്ട്. 2 ദിവസം മുന്നേ ഏതൊരു യുവാക്കൾ പോയിട്ട് ആ വ്യക്തിയെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്. ഇനി കുറെ കാലം കഴിയുമ്പോൾ വിചാരണ കഴിഞ്ഞ് ചിലപ്പോൾ അയാളെ കുറ്റക്കാരനാണെന്ന് വിധിച്ചിട്ട് 3-4 വർഷം ജയിലിൽ കടന്നു എന്ന് വരും. ചിലപ്പോൾ അതില്ലാന്ന് വരാം. അയാളുടെ ജീവിതത്തിലും കുഴപ്പങ്ങൾ സംഭവിച്ചു, അയാളുടെ ജോലി പോയി, ഒക്കെ സംഭവിച്ചു. എന്നാലും അയാൾക്കൊരു ജീവിതമുണ്ട്. ഈ മരിച്ചുപോയ വ്യക്തിക്ക് എന്ത് ജീവിതമാണുള്ളത്? ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് എന്ത് ജീവിതമാണുള്ളത്? അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ മരിച്ചു പോയത് കൊണ്ട് നമ്മളെ ചുറ്റുമുള്ള ആളുകൾക്ക് ഒന്നും സംഭവിക്കില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മരിക്കാൻ കാരണക്കാരനായ വ്യക്തിക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? വേറെ ആൾക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? വിവാഹം എന്ന് പറയുന്നത് ഒന്നിന്റെ അവസാനമല്ല എന്നുള്ളതാണ്. നമുക്കൊരു നല്ല ജോലി ഉണ്ടെങ്കിൽ, നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഗ്രീമയുടെ ഒരു ടീച്ചർ എഴുതിയ കുറിപ്പ് ഞാൻ കണ്ടു, ഫോട്ടോസൊക്കെ കണ്ടു. കുട്ടിക്കാലത്ത് ഗ്രീമ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ഫോട്ടോസൊക്കെ കണ്ടു. അപ്പൊ ആ കുട്ടി അത്രയൊരു മാതാപിതാക്കൾ അത്രയും സ്നേഹിച്ച് വളർത്തിയ കുട്ടിയാണ്. ആ ടീച്ചർ പറയുന്നുണ്ട്, ഈ കുട്ടി വളരെ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന, പെട്ടെന്ന് കരയുന്ന ഒരു കുട്ടിയായിരുന്നു. സ്കൂളിൽ വരും. അപ്പൊ മാതാപിതാക്കള് ഇപ്പൊ ഈ പറയുന്ന സജിത, അവരുടെ ഹസ്ബൻഡ് രാജീവ്, അവർ രണ്ടുപേരും വന്നിട്ട് പറയും, ടീച്ചറെ മാർക്ക് കുറഞ്ഞാലും അക്കാദമിക് ആയിട്ടുള്ള നിലവാരത്തിലോ അതിലൊന്നും അല്ല കാര്യം, എന്റെ മോളുടെ സ്വഭാവം നല്ലതാക്കി മാറ്റുക എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യം എന്നൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ചിന്താശേഷിയുള്ള ഒരു മാതാപിതാക്കള് ഇങ്ങനെ ഒരു വിഡ്ഢിത്തത്തിന് ആ അമ്മ കൂട്ടു നിന്നു എന്നുള്ളത് എത്ര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ അവർ 6 വർഷം ഒറ്റപ്പെട്ട് ജീവിച്ച് എത്രയായാലും ബന്ധുക്കളൊക്കെ ചിലപ്പോൾ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ളവർ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ പരിചയക്കാർ കുറ്റം പറഞ്ഞ് അവർക്ക് സഹിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഇവരൊക്കെ വെറുതെ വായ കൊണ്ട് പറയുന്ന വാചകം മാത്രമേ ഉള്ളൂ. ജീവിതം നമ്മളുടെ ആണ്, നമ്മളത് നല്ലതായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് സന്തോഷം വരും ജീവിതത്തിൽ, നമ്മുടെ എല്ലാ ബന്ധങ്ങളും പെർഫെക്റ്റ് ആവും ഇങ്ങനെയൊന്നും വിചാരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ വിവാഹം കഴിക്കും. ആ വിവാഹം രണ്ട് ഫാമിലിയിൽ വളർന്ന 2 വ്യക്തികൾ, അവർക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ, സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, കൾച്ചറിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, അവർ വളർന്ന ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, അവരുടെ സംസാര രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, അവരുടെ ഭക്ഷണത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളതിന്. അത് പറ്റുന്നില്ല വെച്ചാല് നമ്മൾ പിരിഞ്ഞു പോകുന്നതിന് യാതൊരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ചൊക്കെ പക്വതയോടുകൂടെ ചിന്തിക്കുക. ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒന്നിന്റെയും അവസാനമല്ല, അല്ലെങ്കിൽ ഒരു വലിയ സംഭവത്തിന്റെ തുടക്കമൊന്നുമല്ല. നമ്മൾ തുടർച്ചയായി ജീവിച്ചു പോകുന്ന ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് വിവാഹം. ആ വിവാഹം നമ്മുടെ ജീവിതത്തിന്റെ അതേവരെയുള്ള എല്ലാ സന്തോഷങ്ങളെയും നശിപ്പിച്ച് കളയുന്നതാണെങ്കിൽ ആ വിവാഹ ജീവിതത്തിനോട് നിങ്ങൾ ധൈര്യമായിട്ട് ടാറ്റ പറഞ്ഞിട്ട് പോരുക. നിങ്ങളെ സ്നേഹിക്കുന്ന എത്രയോ ആളുകൾ പുറമേ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് നല്ല ജീവിതം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ച് ജീവിക്കുക എന്നുള്ളതല്ല ജീവിതത്തിലെ വലിയ കാര്യം എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മുന്നിൽ ചെയ്യാണ്ടായിരിക്കും. നമുക്ക് ജോലി ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. നമ്മളെ വീട് നോക്കി നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാ പെൺകുട്ടികളോടും അതാണ് പറയാനുള്ളത്. ഈ വ്യക്തി, ഇപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്ക് മാന്യമായിട്ട് പറയായിരുന്നു, എനിക്ക് വിവാഹബന്ധത്തിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയായിരുന്നു. അതിന് പകരം അയാൾ ചിലപ്പോൾ ഒരു പക്ഷേ അയാൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിട്ട് കൂടെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും, സമൂഹം എന്ത് പറയും, അങ്ങനെ വിചാരിച്ചിട്ട് ഒരു പക്ഷേ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതായിരിക്കാം. എന്തായാലും ആ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് ഇനി വിവാഹബന്ധം വേണ്ടായിരുന്നു എങ്കിലും മാന്യമായിട്ട് പറയായിരുന്നു, ഞാൻ അന്ന് അങ്ങനെ വിവാഹം കഴിച്ചു, എനിക്ക് ഇങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ട് വിവാഹം കഴിച്ചു, എനിക്ക് ഇതിന് താല്പര്യമില്ല എന്ന് പറയായിരുന്നു. അതിനു പകരം അപമാനിച്ചൊരു വ്യക്തിയെ ഒഴിവാക്കാം ജീവിതത്തിന് എന്നൊക്കെ വിചാരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഈ വ്യക്തി തീർച്ചയായിട്ടും നല്ല ശിക്ഷ അർഹിക്കുന്ന വ്യക്തി തന്നെയാണ്. അയാളുടെ ഒരു നല്ല വാക്ക് അയാൾക്ക് നല്ലതായിട്ട് ഈ കുട്ടിയോട് പറയായിരുന്നു, എനിക്ക് താല്പര്യമില്ല, മുന്നോട്ട് പോകാന്ന് പറയായിരുന്നു. അതിന് പകരം ബന്ധുക്കളുടെ മുന്നിൽ മുഴുവൻ വെച്ചിട്ട് അപമാനിച്ചത് കൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്തത്. ഭയങ്കര സങ്കടം തോന്നുക. കാരണം ഒറ്റ കുട്ടി, നല്ലൊരു സുന്ദരി പെൺകുട്ടി, നല്ലൊരു ജീവിതം ഉണ്ടായിരുന്ന പെൺകുട്ടി. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ ഒരു ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, വിവാഹം ജീവിതത്തിലെ ഒരു വലിയ സംഭവമേ അല്ല, പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആത്മഹത്യ എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട്, നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും നമ്പർ കാണാം, ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ട്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കൗൺസിലിംഗ് നേടാം, അങ്ങനെയുള്ള നമ്പറുകൾ കാണാം. അങ്ങനെ എവിടെയെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾ ഒരു സമാധാനത്തോടു കൂടി, അല്ലെങ്കിൽ നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോവുക. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ ദൈവം ഉണ്ടോ ഇല്ലേ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പ്രാർത്ഥന നമുക്ക് ഭയങ്കര വിശ്വാസം, നമുക്ക് ഭയങ്കര സമാധാനം തരും. മുന്നോട്ട് ജീവിക്കാൻ അയ്യോ പ്രതീക്ഷ ഉണ്ട്, എന്റെ ജീവിതം മാറി മറിയും എന്നുള്ള വിശ്വാസം. അപ്പൊ നമ്മൾ എന്തിലെങ്കിലും ആശ്രയിക്കുക
എന്നുള്ളതാണ്. അല്ലെങ്കിൽ മനസ്സ് ശാന്തമാക്കാനുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, എല്ലാ മനുഷ്യനും കുട്ടിക്കാലം മുതലേ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഉണ്ടാവും. ഒരു ആക്ടിവിറ്റി ഇല്ലാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നമ്മളെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മൾ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിന്റെ വിഷമഘട്ടം നിങ്ങൾ തരണം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാത്തിരിക്കുന്ന വലിയ നല്ല മനോഹരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇത്തരം ആത്മഹത്യകളിലേക്കൊന്നും പോവാതിരിക്കുക. ഇനി ഇങ്ങനെ ഇരിക്കുന്ന ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എത്രയോ ആളുകളോടാണ് ഇത് പറയുന്നത്. ആരും ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ആത്മഹത്യ ചെയ്യാം അങ്ങനെ ചിന്തിക്കരുതെന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.